ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം 7 വരെ അവസരം. ബിഎൽഒമാരുടെ വേതനം വർദ്ധിപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും. സമാപന സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും പങ്കെടുക്കും. സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ എം കെ സാനുവിന്റെ സംസ്കാരം ഇന്ന്. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ആലപ്പുഴ മുതൽ ഇടുക്കി വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയം നേടി പരമ്പര സമനിലയിലാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം 7 വരെ അവസരം. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 30-ന് പ്രസിദ്ധീകരിക്കും. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബിഎൽഒമാരുടെ വാർഷിക വേതനം ഇരട്ടിയാക്കി. നിലവിലെ 6,000 രൂപയിൽ നിന്ന് 12,000 രൂപയായാണ് ഉയർത്തിയത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് മാത്രമായി ബിഎൽഒമാർക്ക് അനുവദിക്കുന്ന ഇൻസെന്റീവും ഇരട്ടിയാക്കിയിട്ടുണ്ട്. 1,000-ൽ നിന്ന് 2,000 രൂപയാക്കി. ബിഎൽഒ സൂപ്പർവൈസർമാർക്കുള്ള വേതനം നിലവിലെ 12,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി ഉയർത്തി. അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് 25,000 രൂപയും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് 30,000 രൂപയും വാർഷിക വേതനം നിശ്ചയിച്ചു. നിലവിൽ ഇവർക്ക് വാർഷിക വേതനം ഇല്ലായിരുന്നു. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിവായിട്ടില്ല. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായെന്നാണ് സൂചന. സുപ്രീംകോടതി വിധിയെ തുടർന്ന് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാർക്ക് ചാൻസലർ കൂടിയായ ഗവർണർ പുനർനിയമനം നൽകിയിരുന്നു. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും. കേരള നിയമസഭയിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടക്കുന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. 2 ദിവസം നീണ്ട കേരള ഫിലിം പോളിസി കോൺക്ലേവിനാണ് ഇന്ന് സമാപനം കുറിക്കുന്നത്. വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ കെ രാജൻ, വി എൻ വാസവൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, സൂര്യ കൃഷ്ണമൂർത്തി, ടി വി ചന്ദ്രൻ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. മന്ത്രി സജി ചെറിയാൻ ക്രോഡീകരണ പ്രഭാഷണം നടത്തും. കോൺക്ലേവിന്റെ ആദ്യ ദിനമായ ഇന്നലെ സിനിമാ മേഖലയിലെ ജോലിസമയം, സ്ത്രീ സുരക്ഷ, തൊഴിൽ കരാറുകൾ, തിയേറ്ററുകളിലെ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഫിലിം ടൂറിസം, ഫിലിം ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ഇന്ന് ചർച്ച പുരോഗമിക്കുകയാണ്. സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ എം കെ സാനുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ വസതിയിലെത്തിച്ച ഭൌതിക ശരീരം 10 മണിയോടെ എറണാകുളം ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട നിരവധി പേരാണ് ടൌൺ ഹാളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്. വൈകിട്ട് എറണാകുളം രവിപുരം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഇന്നലെ വൈകിട്ടാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം അന്തരിച്ചത്. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചേർത്തല സ്വദേശി സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് തുടങ്ങി. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ ജഡം കണ്ടെത്തിയിരുന്നു. ഇത് ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുകയാണ്. അതേസമയം സെബാസ്റ്റ്യൻ പണയം വെച്ച ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ഇന്നലെ ചേർത്തലയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും കണ്ടെത്തി. ജൈനമ്മ കേസിന് പുറമെ ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു തുടങ്ങിയവരുടെ തിരോധാന കേസുകളുടെ അന്വേഷണവും പോലീസ് പുനരാരംഭിച്ചിരിക്കുകയാണ്. മികച്ച സൌകര്യങ്ങളോടെ നവീകരിച്ച ആലപ്പുഴ പെരുമ്പളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നാളെ മന്ത്രി എം പി രാജേഷ് നാടിന് സമർപ്പിക്കും. ദലീമ ജോജോ എംഎൽഎ അധ്യക്ഷയാകും. പെരുമ്പളം ദ്വീപിന്റെ ഭരണസിരാ കേന്ദ്രമായ പഞ്ചായത്ത് ഓഫീസ് പരിമിതമായ സൌകര്യങ്ങളിലാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിന് അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 18 വയസ്സിൽ കവിയാത്ത കുട്ടികളെയുമാണ് അവാർഡിന് പരിഗണിക്കുന്നത്. അപേക്ഷകൾ awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഓണത്തിന് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷക ചന്തകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി പ്രസാദ്. അടുത്ത മാസം 1 മുതൽ 4 വരെ 4 ദിവസങ്ങളിലായി 2000 കർഷക ചന്തകളാണ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം 1956 കർഷക ചന്തകൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. കർഷക ചന്തകൾ വഴി പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കും. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഓണം പ്രമാണിച്ച് ഖാദി വസ്ത്രങ്ങളുടെ ചില്ലറ വിൽപ്പനയ്ക്ക് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് സ്പെഷ്യൽ റിബേറ്റ് നൽകും. അടുത്ത മാസം 4 വരെ സിൽക്ക് തുണിത്തരങ്ങൾക്ക് 30%, പോളി ഊളൻ വസ്ത്രങ്ങൾക്ക് 20% സ്പെഷ്യൽ റിബേറ്റ് ലഭിക്കുമെന്ന് ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അറിയിച്ചു. സുസ്ഥിരവും എല്ലാവർക്കും പ്രാപ്യമായതുമായ നവീകരണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡെവലപ്മെന്റ് ആന്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൌൺസിലിന്റെ ഉച്ചകോടി നാളെ കൊച്ചിയിൽ നടക്കും. മന്ത്രി ആർ ബിന്ദു ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ MP രാജേഷ്, പി രാജീവ് എന്നിവർ പങ്കെടുക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ ഇടുക്കി വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ ഇന്ന് വൈകുന്നേരം മുതൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. മുൻ കേരള ഗവർണറും നിലവിലെ ബീഹാർ ഗവർണറുമായ ആരിഫ് മുഹമ്മദ് ഖാന്റെ കേരള സന്ദർശനം തുടരുന്നു. ഇന്നലെ രാജ്ഭവനിലാണ് അദ്ദേഹം താമസിച്ചത്. ഇന്ന് കവടിയാർ കൊട്ടാരം സന്ദർശിച്ച ശേഷം തൈക്കാട് ഗാന്ധിഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. നാളെ രാവിലെ മടങ്ങും. അന്തരിച്ച കണ്ണൂരിലെ ഡോക്ടർ AK രൈരുഗോപാലിന്റെ ഭൌതികദേഹം അല്പസമയത്തിനകം കണ്ണൂർ പയ്യാമ്പലത്ത് സംസ്കരിക്കും. ഡോക്ടറെ അവസാനമായി കാണാൻ വൻ ജനാവലിയാണ് കണ്ണൂർ താണയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജനകീയ ഡോക്ടർ എന്നാണ് രൈരുഗോപാലൻ ഡോക്ടറെ അറിയപ്പെട്ടിരുന്നത്. വെറും 2 രൂപ മാത്രം ഫീസ് വാങ്ങിക്കൊണ്ടായിരുന്നു ഡോക്ടർ രോഗികളെ ചികിത്സിച്ചത്. 50 വർഷത്തിലേറെ അദ്ദേഹം 2 രൂപ മാത്രമായിരുന്നു ഫീസ് വാങ്ങിയത്. സാധാരണക്കാരുടെ അത്താണിയായിരുന്നു ഡോക്ടറും അദ്ദേഹത്തിന്റെ ക്ലിനിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്ന് സൗജന്യമായി നൽകിയിരുന്നു. ജില്ലയ്ക്ക് പുറത്തു നിന്നും രോഗികൾ ഡോക്ടറെ തേടിയെത്തിയിരുന്നു. പണമുണ്ടാക്കാനാണെങ്കിൽ മറ്റെന്തെങ്കിലും പണിക്ക് പോയാൽ മതിയെന്നായിരുന്നു രൈരുഗോപാലിന്റെ അച്ഛൻ ഡോക്ടർ A ഗോപാലൻ നമ്പ്യാർ നൽകിയ ഉപദേശം. പിന്നാലെയാണ് പരിശോധനാ ഫീസ് തുച്ഛമാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. വിലക്കുറവുള്ള ഗുണമേന്മയുള്ള മരുന്നുകളാണ് ഡോക്ടർ കുറിക്കുകയെന്നും ഇങ്ങനെയൊരു ഡോക്ടർ ഇനി ഉണ്ടാവില്ലെന്നും ഡോക്ടറെ അവസാനമായി ഒന്ന് കാണാനെത്തിയവർ പറയുന്നു. മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകനും ചിന്തകനുമായ VB അജയ്കുമാർ അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ദളിത്, ആദിവാസി, പാർശ്വവൽകൃത സമൂഹങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന റൈറ്റ്സ് എന്ന NGOയുടെ സ്ഥാപകനാണ്. അലയൻസ് ഫോർ ക്ലൈമറ്റ് ഫ്രണ്ട്ലൈൻ കമ്മ്യൂണിറ്റീസ് എന്ന NGOയുടെ ഗ്ലോബൽ കൺവീനറായി പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെ കൊടുങ്ങല്ലൂരിലെ വസതിയിൽ പൊതുദർശനം. സംസ്കാരം വൈകിട്ട് 5-ന് കൊടുങ്ങല്ലൂർ ചപ്പാറ ശ്മശാനത്തിൽ. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഇന്ത്യ മുന്നോട്ട് വെച്ച 374 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് ഇന്നലെ 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് നേടി. 2 ദിനവും 9 വിക്കറ്റും ശേഷിക്കെ 324 റൺസാണ് ഇംഗ്ലണ്ടിന് ജയിക്കാൻ വേണ്ടത്. ഉച്ചകഴിഞ്ഞ് 3:30-നാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. അടുത്ത മാസം ആരംഭിക്കുന്ന പുരുഷ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ദുബായിലും അബുദാബിയിലുമായി നടക്കും. ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിലാണ് വേദി പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 9 മുതൽ 28 വരെയാണ് ടൂർണമെന്റ് നടക്കുക. ഫൈനൽ ഉൾപ്പെടെ 11 മത്സരങ്ങൾക്ക് ദുബായ് ആതിഥേയത്വം വഹിക്കും. അബുദാബി 8 മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കും. ടൂർണമെന്റിൽ 8 ടീമുകളാണുള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, UAE, ഒമാൻ എന്നീ രാജ്യങ്ങൾ ഗ്രൂപ്പ് എയിലും ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ് എന്നിവ ഗ്രൂപ്പ് ബിയിലുമാണ്. കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും കോഴിക്കോട് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും സംയുക്തമായി സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെയും സഹകരണത്തോടെ നടത്തുന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ഉദ്ഘാടനം നിർവഹിച്ചു. 24 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 360 പുരുഷന്മാരും 180 വനിതകളും 60 ഒഫീഷ്യൽസും മത്സരങ്ങൾക്കായി എത്തിച്ചേർന്നു. 7-ാം തീയതി വരെ മത്സരങ്ങൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഈ മാസം 7 വരെ അവസരം. BLOമാരുടെ വേതനം വർദ്ധിപ്പിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും. സമാപന സമ്മേളനത്തിൽ മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും പങ്കെടുക്കും. സാഹിത്യ നിരൂപകനും എഴുത്തുകാരനും ചിന്തകനുമായ പ്രൊഫസർ MK സാനുവിന്റെ സംസ്കാരം ഇന്ന്. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. ആലപ്പുഴ മുതൽ ഇടുക്കി വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയം നേടി പരമ്പര സമനിലയിലാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.